ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹിദേഹം നിൻഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹിദേഹം നിൻഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. ജലകുമിള പോലെ ജീവിതത്തിന്റെ എല്ലാം നന്നായിരിക്കുന്ന വശങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ, കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിന് നേരെ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള കുടുംബ ജീവിതങ്ങൾ ഉലയ്ക്കപ്പെടുമ്പോൾ, ബിസിനസ്സിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും കടന്നു വരുമ്പോൾ, അപ്രതീക്ഷിത സമയത്തെ കൊള്ളിയാനും ഇടിമിന്നലും എന്നതുപോലെ പ്രതികൂലത്തിന്റെ താഴ്വരകളുടെ നീയം ഞാൻ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നാം പറയാറുണ്ട്, ഇപ്പോൾ മതി യഹോവേ, എന്റെ ജീവനെ എടുത്തുകൊള്ളണമേ. പഴയ നിയമത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥന വളരെ പ്രശസ്തമത്രേ. എന്നാൽ വേദപുസ്തകം പറയുന്നു, ദൈവം ഏലിയാവിനെ മരിച്ചവനായി സ്വർഗത്തിൽ കൊണ്ടുപോയോ? ഇല്ല. ദൈവം ജീവനോടെ അവനെ സ്വർഗത്തിലേക്ക് എടുത്തു. ആ ഏലിയാവ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. കാരണം ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ വചന സന്ദേശത്തിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. മറന്നു പോകരുത്, പഴയ നിയമത്തിന്റെ പ്രതിസന്ധി കൊണ്ട് തീർന്നു പോകുന്നതല്ല. ജീവിതം ഒരു പുതിയ നിയമം ഉണ്ട്. ഈ പുതിയ നിയമത്തിൽ യേശു നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് സകലതിനും ഒരു ശാശ്വത പരിഹാരം യേശു കർത്താവ് നൽകും. ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിലെ ഏലിയാവ് ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി പഴയ നിയമത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന് ദൈവമഹത്വത്തിനു വേണ്ടി ദൈവശക്തിയോടെ പ്രയോജനപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ഏലിയാവ്. യാക്കോബ് 5:16-17 വാക്യങ്ങൾ പറയുന്നു, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അർത്ഥം, ഹി ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാൻ, അവൻ സമ്പൂർണനായ മനുഷ്യൻ അല്ല. കാരണം ഒരു ദിവസം നിരാശ കുടിയിൽപ്പെട്ടവൻ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. അതെ, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചത് ഇതത്രേ, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഏലിയാ പ്രാർത്ഥിച്ചത് ഒരു നിരാശയുടെ പ്രാർത്ഥനയത്രേ. സഹോദരങ്ങളെ കേൾക്കണമേ, നിരാശയിൽ നിറയപ്പെട്ടതായ ഒരു പ്രാർത്ഥനയിൽ ഏലിയാ പറയുന്നു, ഇപ്പോൾ മതി യഹോവേ. ഇസബേലിന്റെ വെല്ലുവിളി നിമിത്തം ഏലിയാവിത പ്രാർത്ഥിക്കുന്നതായ ആ പ്രാർത്ഥന പഴയ നിയമത്തിൽ അതിപ്രശസ്തം അത്രേ. എന്നാൽ ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നിങ്ങളോട് സംസാരിപ്പാൻ സഹോദരനെ സഹോദരിയെ ദൈവം നൽകിയതായ ദൂത് പഴയ നിയമം കൊണ്ട് ജീവിക്കുന്നതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ, ഒത്തിരി നഷ്ട
പ്രശ്നങ്ങൾ, ഒത്തിരി കണ്ണുനീരുകൾ, ഒത്തിരി അപവാദങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. എന്നാൽ ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിച്ച കർത്താവ് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ ഇരുളുകളെ അവൻ വകഞ്ഞു മാറ്റി പരാജയങ്ങളെ ജയമാക്കി തീർത്ത് ഇരുട്ടുകളെ ജീവിതത്തിൽ വെളിച്ചമായി തീർത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നീ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ കുറിപ്പാൻ കഴിവുള്ളവനത്രേ യേശു. വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പ്രകാരം പറയുന്നു, അവൻ നീതി സൂര്യനെന്ന്. ആ നീതി സൂര്യനാകുന്ന യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുന്നതോടെ ഇന്നലെ വരെ സംഭവിച്ചതായ സകലതും മാറിയിട്ട് ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ നിശ്ചയമായി യേശുവിന് കഴിയും. കാരണം ദൈവവചനം അപ്രകാരം പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ഏലിയാവ് നിരാശനായി തീർന്നു. എന്നാൽ ട്രാജഡി കൊണ്ട് തീർന്നു പോകുന്നതല്ല അതേ ക്രിസ്തീയ ജീവിതം. കേൾക്കണമേ, പഴയ നിയമത്തിൽ ഏലിയാവ് പ്രാർത്ഥിച്ച് നിരാശയുടെ പ്രാർത്ഥിച്ചു തീർന്നു. പലപ്പോഴും സൺഡേ സ്കൂളുകളൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്, ഓക്കെ, അവൻ സ്വർഗത്തിന് തീയിറക്കി മഴയെ നിർത്തി വീണ്ടും പ്രാർത്ഥിച്ചു മഴയെ പെയ്യിപ്പിച്ചു, എന്നാൽ പിൽക്കാലത്ത് അവൻ നിരാശനായി തീർന്നു. നോ, തീർന്നേയില്ല. നിങ്ങൾ ആരെങ്കിലും തീർന്നുവെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആ തീർന്നു എന്ന് പറഞ്ഞ് മനുഷ്യൻ സാത്താൻ ഇട്ട ഫുൾ സ്റ്റോപ്പുകളെ ഒരു കോമയാക്കി തീർത്ത് പുതിയൊരു ഗോൾഡൻ ചാപ്റ്റർ ആക്കി നിർത്തിക്കളഞ്ഞതായ അവസ്ഥയിൽ നിന്ന് കണ്ടാൽ ആൾ മാറിയവനെ പോലെ, ആർ മാറിയവളെ പോലെ തിരിച്ചറിയാതവണ്ണം ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ എത്തിപ്പാൻ യേശുവിന് കഴിയും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, പഴയ നിയമം കൊണ്ട് ഏലിയാവ് തീർന്നില്ല. വേഗത്തിൽ ശ്രദ്ധിക്കണമേ, ദൈവവചനം പറയുന്നു പുതിയ നിയമത്തിൽ ഒരു ഏലിയാവുണ്ട്. എപ്പോഴാണ് ആ ഏലിയാവിനെ കാണുവാൻ കഴിയുന്നത്? മത്തായി സുവിശേഷം 17-ാം അധ്യായം. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അവസരം. യേശുവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ വന്ന് നിൽക്കുമ്പോൾ 3 ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് മറുരൂപ മലയിലേക്ക് യേശു കയറിപ്പോയി. ഇസ്രായേൽ ദേശത്തേക്ക് ഇന്ന് നിങ്ങൾ കടന്നുപോയാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പർവ്വത പ്രദേശമത്രേ മറുരൂപ മല. മറ്റു മലകളെക്കാൾ ഏറ്റവും ഉയർന്നതായ ഒരു മലമ്പ്രദേശം. ആ സ്ഥാനത്ത് ഇന്നും ബസ്സോ ട്രക്കോ പോലെയുള്ളതായ വലിയ വാഹനങ്ങൾ ചെന്നെത്തുകയില്ല. ഇന്നോവ പോലെയുള്ള, ടട്ടോ സുമോ പോലെയുള്ള ചെറിയ വാനുകളിലത്രേ ഞങ്ങൾ ആ സ്ഥാനം സന്ദർശിക്കുവാൻ വേണ്ടി പോയത്. കുടുംബമായി ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചത് എത്രയോ സ്വർഗീയമായ അനുഭവം അത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യേശു കർത്താവ് ആ മലയുടെ മുകളിൽ പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ മോശയും മറുവശത്തെ ഏലിയാവും ഇറങ്ങി വന്ന് യേശുവിനോട് സംസാരിച്ചു. എന്തിനു വേണ്ടി? കാരണം യേശു കർത്താവ് ഇപ്പോൾ തന്റെ പരസ്യ ശുശ്രൂഷ വേളയുടെ മഹത്വത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുകയാണ്. എന്നാൽ എന്നും ശുശ്രൂഷയല്ല യേശുവിനുള്ളത്. ചില ആഴ്ചകൾ കഴിഞ്ഞിട്ട് അവരിതാ കാൽവരിയിൽ മരിക്കുവാൻ വേണ്ടി പോകുന്നു. ഈ മലയുടെ മുകളിൽ യേശുവിനെ ബലപ്പെടുത്തിയത് മറ്റൊരു മലയുടെ മുകളിൽ അവനിതാ ക്രൂശിന്മേൽ മരിപ്പാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി വാക്കുകളാൽ പറഞ്ഞ് ബലപ്പെടുത്തുവാൻ മോശ വന്നിരിക്കുകയാണ്. യേശു കർത്താവ് മോശയേക്കാൾ എത്രയോ വലിയവൻ, എത്രയോ ശക്തൻ. മോശ പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകൻ അത്രേ. വേദപുസ്തകം പറയുന്നു, ആവർത്തന പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ മറ്റേത് പ്രവാചകന്മാരെക്കാൾ ദൈവത്തെ ഏറ്റവും അടുത്ത് അറിഞ്ഞതായ ഒരു പ്രവാചകൻ അത്രേ മോശ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് മുഖാമുഖമായി സംസാരിക്കുന്ന പോലെ ദൈവത്തിന്റെ സന്നിധിയാകുന്ന സമാഗമന കൂടാരത്തിൽ പോയി ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ച പ്രവാചകൻ അത്രേ മോശ. മോശ ഇറങ്ങി വന്ന് യേശുവിനെ ബലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. പഴയ നിയമത്തിലെ ഏറ്റവും മുൻനിരയിൽ നിന്നതായ പ്രവാചകൻ തന്നെ. പക്ഷെ അവൻ അടുത്ത് നിന്നതായ ഏലിയാവിന്റെ കാര്യം അപ്രകാരമല്ല. നിരാശ കുടിയിൽ വീണ് ഇപ്പോൾ മതി യഹോവേ എന്ന് പറഞ്ഞ് പരാജയം എന്ന് ഒരുപക്ഷെ മാനുഷികമായി പറയത്തക്ക ക്രമത്തിൽ അവസാനിച്ചവനായ ഏലിയാവ് ഒരു ദിവസം ആ വേദഭാഗ്യം ധ്യാനിച്ചു വരുമ്പോൾ അറിയാതെ ഞാൻ ഇപ്രകാരം ദൈവത്തോട് ചോദിച്ചു പോയി, കർത്താവേ, എന്തിനു വേണ്ടിയാണ് നിരാശയുടെ കുടിയിൽ വീണ് ഇപ്പോൾ മതി എന്ന് നിലവിളിച്ചതായ ഒരുപക്ഷെ പരാജയം എന്ന് പറയത്തക്ക ഈ ഏലിയാവിനെ കൊണ്ട് എങ്ങനെയാണ് യേശുവിനെ ബലപ്പെടുത്തുവാൻ പറ്റുന്നത്? നിരാശയിൽ ഇപ്പോൾ മതി എന്ന് പ്രാർത്ഥിച്ചവൻ, പരാജയത്തിന്റെ സിംബലായി വെളിപ്പെട്ടവൻ, ഇവനെങ്ങനെയാണ് തന്നെക്കാൾ വലിയവനായ, തന്നെക്കാൾ ഉന്നതനായ ദൈവപുത്രനായ യേശുവിനെ വാക്കുകളാൽ പറഞ്ഞ് ബലപ്പെടുത്തുവാൻ പറ്റുന്നത്? ദൈവത്തോട് ചോദിച്ചാൽ അവൻ നിന്നോട് ഈ പ്രകാരം മറുപടി പറയും. കരഞ്ഞവന് മാത്രമേ കണ്ണുനീരെന്തെന്നറിയത്തുള്ളൂ, തകർന്നവന് മാത്രമേ തകർച്ച എന്തെന്നറിയത്തുള്ളൂ, നിന്ദിക്കപ്പെട്ടവന് മാത്രമേ നിന്നയുടെ കയ്പെന്തെന്നറിയത്തുള്ളൂ, പരിഹാസപാത്രമായി തീരുന്നവന് മാത്രമേ പരിഹാസം എന്തെന്നറിയത്തുള്ളൂ, പട്ടിണി കിടന്നവന് മാത്രമേ വിശപ്പ് എന്തെന്നറിയത്തുള്ളൂ. ഇന്നലകളിൽ പ്രിയ സഹോദരങ്ങളെ, നീ ദൈവത്തിന്റെ
ട്രെയിനിങ് കോളേജിൽ ആയിരുന്നത് കൊണ്ട് പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ ചില നിന്ദയുടെയും അപമാനത്തിന്റെയും പ്രതികൂലത്തിന്റെ താഴ്വരയിലൂടെ ദൈവം നിന്നെ വ്യക്തിപരമായി കുടുംബമായി കടത്തിവിട്ടത് എന്തിനെന്ന് ഈ ദിവസം പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരുന്നു. ഇന്നലകളിൽ നീ നിന്ന സീനായി മലയേക്കാൾ വലിയ ഉയരമുള്ളതായ മറുരൂപമല പോലെയുള്ളതായ ഉയർന്ന മേഖലകളിൽ അധികം മഹത്വത്തോടെ ദൈവം നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, നിന്റെ മഹത്വം പിൻപിലല്ല, നിന്റെ മഹത്വം നിന്റെ ജീവിതത്തിന് മുൻപിലത്രേ. നീ കണ്ട ഏറ്റവും വലിയ മഹത്വത്തിന്റെ കാലഘട്ടം നിന്റെ ജീവിതത്തിന്റെ ഭൂതകാലത്തല്ല, നിന്റെ ഭാവി കാലത്തത്രേ. ഇന്ന് വരെ നീ നിന്നിട്ടില്ലാത്ത സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുന്നു. നിന്നെക്കാൾ താണവരോ നിന്നെക്കാൾ തത്തുല്യരോ ആയിട്ടുള്ള വ്യക്തികളെ ബലപ്പെടുത്തുവാനല്ല, പ്രത്യുത നിനക്ക് പോലും ചിന്തിപ്പാൻ കഴിയാത്തതായ ഉന്നതന്മാരെ ബലപ്പെടുത്തുവാൻ ദൈവം ഈ ദിവസങ്ങൾ നിന്നെ ബലപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഗതശമനങ്ങൾ നീ അനുഭവിച്ചത്, മതി മതി എന്ന് പറയത്തക്ക ഗതികേടുകളിലൂടെ നിന്റെ ജീവിതം യാത്ര ചെയ്തത് എന്തിനു വേണ്ടിയാണ്? കണ്ണുനീരിനാൽ തകർക്കപ്പെട്ടതായ ആയിരങ്ങൾ ഈ ദിവസങ്ങൾ നിന്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്തെന്ന് അറിഞ്ഞ നിനക്ക് മാത്രമേ യേശുവിന്റെ സ്നേഹത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ തക്കോണ കഴിയത്തുള്ളൂ. നിനക്ക് മാത്രമേ അവിടെ മുറിവുകളെ കെട്ടുവാൻ കഴിയത്തുള്ളൂ. നിനക്ക് മാത്രമേ അവരെ ബലപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളുക. ഇന്നലകളും നിരാശകളും വേദനകളും പ്രതികൂലങ്ങളും കണ്ടതായ നീ അതേ ക്രമത്തിലായിരിക്കുന്ന ഈ ജീവിതങ്ങളുടെ നടുവിൽ ഒരു പ്രത്യേക സ്പെഷ്യലിസ്റ്റായി ദൈവമഹത്വത്തിനായി ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. ഇപ്പോൾ മതി യഹോവേ എന്റെ ജീവനെ എടുത്തുകൊള്ളണമേ, ഞാനൊരു പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പ്രാർത്ഥിച്ച ഏലിയാവ്. എന്നെ ആരും കാണേണ്ട ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും എന്റെ ജീവനെ എടുത്താൽ മതി, ഇനി എന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല, എനിക്ക് മരണം മതി, മരണം മതി എന്ന് ചോദിച്ചവൻ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ തലയെ തകർത്ത ദൈവപുത്രനെ ബലപ്പെടുത്തിയെങ്കിൽ നിങ്ങളെക്കാൾ വലിയവരെ നിന്നിലൂടെ ദൈവം ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. ഒരുപക്ഷെ ഏതോ MLA ആയിരിക്കാം, MP ആയിരിക്കാം, മന്ത്രി ആയിരിക്കാം, വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, വലിയ ബിസിനസ്സുകാരായിരിക്കാം. അവരെല്ലാവരും ബലപ്പെടുന്നത്, ആ വലിയ കുടുംബത്തിൽപ്പെട്ടവർ, ആ വലിയ തറവാടുകാർ ദൈവകൃപയിൽ വിടുവിക്കപ്പെടുന്നത് നീ കൈവയ്ക്കുമ്പോഴത്രേ, നീ പ്രാർത്ഥിക്കുമ്പോഴത്രേ. അതിനുള്ള വില നീ കൊടുത്തു കഴിഞ്ഞു. അതത്രേ ആ കണ്ണുനീർ, അതത്രേ നിന്റെ വേദന. അത് നിന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല, നിന്റെ പാസ്റ്റർ അറിഞ്ഞില്ല, നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അറിഞ്ഞില്ല. എന്നാൽ നിന്റെ തലയിലെ രോമങ്ങൾ പോലും എണ്ണി അറിഞ്ഞിരുന്നവനായ ദൈവം നിന്റെ ആ കണ്ണുനീർ കണ്ടു എങ്കിൽ മനസ്സിലാക്കണമേ, ഇന്നലകളിൽ നീ അനുഭവിച്ചതായ വ്യഥ, ആ വേദന, ആ കണ്ണുനീർ നാളേക്ക് വേണ്ടിയുള്ള കൊയ്ത്തിന് വേണ്ടി നീ കൊടുത്തതായ വിലയത്രേ. ഏലിയാവിന്റെ ശുശ്രൂഷയുടെ 1-ാം ഭാഗം അത് തീർന്നില്ല കേട്ടോ, ഇനിയുമുണ്ട്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിനയാത്ത സമയത്ത് യേശു കർത്താവ് കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ അഥവാ ദൈവസഭയെ എടുത്തുകൊള്ളപ്പെട്ട ശേഷം ഇതാ അന്തിക്രിസ്തു വെളിപ്പെടുകയാണ്. അന്തിക്രിസ്തു വെളിപ്പെടുന്നതായ ആ സമയങ്ങളിൽ ആദ്യത്തെ 3.5 വർഷക്കാലം 1260 ദിവസം അന്തിക്രിസ്തു യഹൂദന്മാർ